ആ നടന്നു വരുന്ന ആളാന്ന് തോന്നണു. ഹേമ മാഡം പറയാറുള്ള ഒളിച്ചോട്ടക്കാരൻ മേജർ അമ്മാവൻ. ചൈന വാർ സമയത്ത് പീരങ്കിയുടെ ശബ്ദം കേട്ട് പേടിച്ചോടി പോകുന്ന ആളാന്നല്ല മാഡം പറഞ്ഞ. പേടിക്കണ്ട, അയാളെ കൊണ്ട് ഈ കല്യാണം മുടക്കാനും സാധിക്കില്ല. പട്ടാളം എന്ന് പറഞ്ഞ പട്ടാളം തന്നെ. സമയം കൃത്യം. ലഫ്റ്റനന്റ് കേണൽ ശരത്ചന്ദ്രൻ, glad to meet you. ഹേമ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. നേരിൽ കാണുന്ന ആദ്യം. കല്യാണം കഴിക്കാൻ സ്വല്പം ലേറ്റ് ആയാൽ എന്താ, ഹേമയുടെ സെലക്ഷൻ ഒന്നാം തരം. ആ തടിയുള്ള ആളെ കക്ഷി. വലിയ ലഫ്റ്റനന്റ് കേണലാണെങ്കിലും പിത്തത്തടി നല്ല പോലെ ഉണ്ട്. മദ്രാസ് റെജിമെന്റ് മൊത്തം ഇങ്ങ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ബോസിന്റെ കല്യാണം നിശ്ചയമല്ലേ, വന്നില്ലെങ്കിൽ പണിഷ്മെന്റ് സിവിയർ ആയിരിക്കും. അതും ദാഹിച്ച് മോഹിച്ച് നടക്കുന്ന ഒരു കല്യാണം. കേട്ടോ മേജർ സാബേ, ഞങ്ങളെ നിക്കാഹിന്റെ ബ്രോക്കർമാര്. ഓഹോ, പട്ടാളത്തിൽ ഇപ്പൊ ബ്രോക്കർമാരും ഉണ്ടോ? ഒരാളുണ്ടായിരുന്നു. പണ്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് മുങ്ങി. മിസ്റ്റർ ശരത്ചന്ദ്രൻ, ഇതാണ് ഹേമയുടെ അമ്മ മഹേശ്വരി. അത് ഹേമയുടെ ചേട്ടന്റെ ഭാര്യ മാലതി. രാജേന്ദ്രന്റെ ഭാര്യ രാജേന്ദ്രനെ അറിയോ? കൊള്ളാം. ജമ്മുവിൽ 3 വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും രാജേന്ദ്രൻ സാറിന്റെ സുഹൃത്തുക്കളാ. ഞാൻ പ്രത്യേകിച്ചും രാജൻ സാബിന്റെ ഗുരു കൂടിയാണ്. ഗുരുവോ? സംഗതി ഞാൻ ഹവൽദാർ ആണെങ്കിലും ഹിന്ദിയിൽ MA ഡിഗ്രി ഉള്ളത് കൊണ്ട് പട്ടാളത്തിൽ ചേരുന്ന മിക്കവർക്കും ഞാനൊരു ഗുരു കൂടിയാണ്. ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ है. അതെ, इसलिए हम भारतीयों का कर्तव्य है कि हम हिंदी अच्छी तरह सीखें और हिंदी में बातचीत करें और हिंदी के लिए പേടിക്കണ്ട, ആളീ ഭാഷ കൊണ്ടാ പട്ടാളത്തിൽ പിടിച്ചേക്കുന്നത്. പക്ഷെ മേജർ മാവിന്റെ അതേ സ്വഭാവമാണ്. അതെന്താ? പീരങ്കിയുടെ വെടിവെച്ച് കേട്ടാ അപ്പൊ പേടിക്കും. I am BSF Commandant നരേന്ദ്ര വർമ്മ. Hands up. അപ്പൊ പേടിയുണ്ട്. രാജേന്ദ്രന്റെ മകനാ. ആഹാ, മോർണിംഗ് വന്നേ. മെടുക്കൻ. ഈ ഡ്രസ് ആര് തയ്പ്പിച്ചെന്നാ? അച്ഛൻ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ രാജേട്ടനോട് വഴക്കുകൂടി തയ്പ്പിച്ചതാ. എന്ത് വിശേഷം ഉണ്ടായാലും അവന് ഈ ഡ്രസ്സേ ഇടും. പാകിസ്ഥാനുമായി വാറുണ്ടാവുമെന്നാ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കത്തിൽ എഴുതിയിരുന്നത്. എന്റെ അച്ഛന്റെ നേരെ എങ്ങാനും ആ പാകിസ്ഥാൻകാര് വെടിവെച്ചാൽ ഞാൻ ഈ തോക്കുമായിട്ടൊരു പോക്ക് പോവും. എന്നിട്ട് പാകിസ്ഥാൻകാരനെ ടിഷ്യൂം വെടിവെച്ച് കൊല്ലും ഞാൻ. അച്ഛന്റെ മോൻ തന്നെ സമ്മതിച്ചു. അച്ഛൻ മാത്രമല്ല, എന്റെ അപ്പൂപ്പൻ ആരായിരുന്നെന്നറിയോ? കേണൽ സുരേന്ദ്രവർമ്മ. അപ്പൂപ്പന്റെ അച്ഛൻ ആരായിരുന്നെന്നറിയോ? മേജർ ജനറൽ ശേഖരവർമ്മ. അമ്മായി ആരാണ്? ക്യാപ്റ്റൻ ഹേമ വർമ്മ. അപ്പൊ ഞാനില്ലേടാ. പേടിത്തൂറിയാണെങ്കിലും വല്യമ്മാവനും മേജറാ. കുട്ടിയാണെങ്കിലും വിവരം കേട്ടോ. മെടുക്കൻ.